ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ പ്രായത്തിൽ അല്ലേ, ഇപ്പോഴത്തെ വയസ്സ് പറയാം നമ്മൾ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു അല്ലേ. മോനിക്ക് എത്ര വയസ്സും 23, 24. ആ ചെറുപ്പത്തിൽ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് അങ്ങനെ മനസ്സും പൊരുത്തപ്പെട്ട് ശരീരവും പൊരുത്തപ്പെട്ട് അങ്ങനെ വളരുന്നതിനെ പറ്റി ബിൽ മവദ്ദ എന്നാ ഖുർആൻ പറഞ്ഞത്. അതൊരു മനസ്സറിഞ്ഞ ബന്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ മനസ്സറിഞ്ഞ ബന്ധത്തിൽ പട്ടിണി ഉണ്ടാകും, ക്ഷാമം ഉണ്ടാവും, ക്ഷേമം ഉണ്ടാവും. ആ മനസ്സറിഞ്ഞ ബന്ധത്തിൽ രോഗം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. ആ മനസ്സറിഞ്ഞ ബന്ധത്തിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. രണ്ടിലും ഒപ്പം നിൽക്കണം. അതാണ് കുടുംബം. ആ ഭർത്താക്കന്മാരത്തൊക്കെ നല്ല പൈസയും കാര്യമൊക്കെ ഉണ്ടാകും, ഇല്ലാത്ത നേരം ഉണ്ടാവും. രണ്ട് സമയത്തും ഒരുപോലത്തെ സ്നേഹം വേണം. മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ പഠിക്കണം, ലഗേജുമൊക്കെ നോക്കിയിട്ടല്ല ചിരിക്കേണ്ടത്. ബോംബെയിൽ നിന്ന് പുതിയാപ്പിള വരുമ്പം, ഗൾഫിൽ നിന്ന് പുതിയാപ്പിള വരുമ്പം ലഗേജുമൊക്കെ അല്ല നോക്കണ്ട്. എവിടേക്ക് നോക്കണം? ഞങ്ങളെ ഈ മൂല്യന്മാരെ കഥകൾ എടുക്കണങ്ങൾ അല്ലാഹു. ഒരു മൂല്യാരാ കാഞ്ഞങ്ങാട് അവിടെ അയാൾ നിൽക്കൽ, മാസത്തിൽ ഒരിക്കലും നാട്ടിലേക്ക് വരിക. ഇയാൾ പെരേക്ക് വന്ന ഒരു മെയിൻ്റ് കമ്മിയാണ് മൂപ്പത്തിയാർക്ക്. ഒരു ദിവസം മൂപ്പര് വരുമ്പോൾ വലിയൊരു ബാഗ്, അത് കണ്ടപ്പോൾ പെണ്ണുങ്ങൾ ഗേറ്റിങ്ങക്കാണ് ചെന്ന്, ഓട്ടോറിക്ഷയിൽ നിന്ന് ബാഗ് ഇറക്കിയപ്പോഴേ ഗേറ്റിങ്ങക്കാണ് ചെന്ന് പെണ്ണുങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് തണുത്തതാ ചൂടുള്ളതാന്ന് ചോദിച്ചു. അതൊക്കെ ആദ്യം ചോദിച്ചാണ്. എന്നാൽ ചൂടുള്ളതായിക്കോട്ടെ, ചെറിയ കട്ടൻ ചായ ഉണ്ടായിക്കളാന്ന് പറഞ്ഞ് ബാഗ് അവിടെ വെച്ച് മൂപ്പര് ബാത്റൂമിൽ പോയി. ഈ പെണ്ണുങ്ങൾക്കൊരു ചെറിയൊരിതുണ്ട്, നമുക്കായാലും ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് കാണായിട്ടൊരു പൊറുതിയാണ്. മൂപ്പര് ബാത്റൂമിൽ പോയപ്പോൾ ഇപ്പോഴും എല്ലാ ചെയിനൊന്ന് വലിച്ചു നോക്കുമ്പോൾ എന്താ നിങ്ങൾ നിൽക്കണ പള്ളിക്കൊന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ തലക്കണിയും പുതപ്പൊക്കെ പാടെ ലഗേജ് നോക്കി ചിരിക്കണ്ട. അറബി പിരിച്ചു വിട്ടിട്ട് വരികയാണോ അല്ലേ എന്നറിയില്ല. പടച്ചോ നമുക്ക് ഹൈറ് തരട്ടെ. നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നീ റാഹത്ത് കൊടുക്കണേ അല്ലോ. നമ്മളെ ആണുങ്ങൾക്കുണ്ടൊരു സ്വഭാവം, അനക്കെന്താ അവിടെ പണിയെന്ന് പെണ്ണുങ്ങളോട്. ഓളെടുക്കണ പണി നമ്മളൊന്ന് എടുത്തു നോക്കണം, 1/2 ദിവസം പൂർത്തിയാവില്ല. ഞമ്മക്കുണ്ടല്ലോ വലിയ വർത്താനായിട്ട് കാര്യച്ചല്ലേ പേരേക്ക്, എനിക്കെന്തേനും ഇവിടെ പണി. പെണ്ണുങ്ങൾ അകത്തെടുക്കണ പണി ഉണ്ടല്ലോ, നമ്മൾ 1/2 മണിക്കൂർ എടുക്കാൻ കഴിയൂല. അയ്യോ നമ്മൾ നോക്കേണ്ടി. അല്ലോ, രാവിലെ സുബൈക്ക് വീട്ടിൻ്റെ അടുക്കളയിൽ പെരുന്തിരക്കാണ്. മൂത്ത മകൾക്ക് SSLC, ഓക്ക് സ്പെഷ്യൽ ക്ലാസ്സാണ്. ഇന്ന് 1/2 മണിക്കൂർ നേരത്തെ പോകണം. ഓക്ക് അതിനുള്ള ചായയും ചോറും ഒക്കെ വേണം അല്ലേ. അപ്പോഴേക്ക് 7ാം ക്ലാസ്സിലെ കുട്ടി വന്ന് ഓനിക്ക് അതിലേറെ തിരക്ക്, ഓനിക്കും കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ KG ക്ലാസ്സിലെ കുട്ടി ഉറക്കെ നീച്ചിങ്ങാണ്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഷൂസ് കാണാമല്ലോ. ഇതിനൊക്കെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നോട്ട് നീച്ച് നടക്കൽ തുടങ്ങിയേക്കണേ. കാരണം കട്ടൻ ചായ കിട്ടായിട്ട് ഇങ്ങൾക്കും പങ്കിക്കണം. ഇതൊക്കെ ഈ കുഞ്ഞിക്കജുകൊണ്ട് ഉണ്ടായിട്ട് വേണ്ടേ. നമ്മളെ പെണ്ണുങ്ങൾക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൊട്ടാരത്തിൽ, അങ്ങനെയാണ് രാജാവിനെ പറ്റി പറയേണ്ടത്. കൊട്ടാരത്തിൻ്റെ സംഗതിയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കൊരു ഒരു പ്രജകളിൽപ്പെട്ട ഒരാൾ വന്നു. മിറ്റത്ത് വന്നുങ്ങാണ്ട് അയാൾ കുറച്ചേരം ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങാണ്ട് തിരിച്ചു പോവുകയാണ്. ഉമർ ഖത്താബ് ഇയാൾ വരുമ്പോൾ തന്നെ കണ്ടിക്കണേ. മൂപ്പര് മിറ്റത്ത് ഇങ്ങനെ കുറച്ചേരം നിന്നുങ്ങാണ്ട് തിരിച്ചു പോവുകയാണ്. പോകുമ്പോൾ ഉമർ ഖത്താബ് തങ്ങൾ വിളിച്ചു, ഹലോ വിളിച്ചു, എന്തേച്ചു വന്നേന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാനൊരു കുടുംബകാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ടോ ചോദിച്ചു. അല്ല, ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ചേരം നിന്നപ്പം ഔത്തുനിന്ന് നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള വർത്താനം കേട്ടപ്പോഴേ ഞാൻ പിന്നെ എൻ്റെ കേസ് പറയണ്ടെന്ന് എഴുതി പോവുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പെണ്ണുങ്ങൾക്ക് ചിലപ്പം ദേഷ്യം വരും. അത് നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കണം. എന്താ നിങ്ങൾ, പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ടാൽ മിക്കവാറും ഓൽക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയക്കാരം. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പെണ്ണുങ്ങൾ ദേഷ്യപ്പെടണമെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിസ്കരിക്കാൻ പറ്റാത്ത, സുബഹി നിസ്കരിച്ചാത്ത ദിവസമാണെന്ന് പിന്നെ ദേഷ്യം വരാതെ ഇപ്പോൾ. ആയത്തുൽ കുർസി ഓതാൻ പറ്റാത്ത ദിവസമാണെന്ന് ഇബ്ലീസ് വേറിട്ട് പോവോ? അപ്പോൾ ഒന്ന് ചില സമയത്ത് ആര് സഹിക്കേണ്ടി വരും? ആണുങ്ങൾ ഒന്ന് ക്ഷമിക്കേണ്ടി വരും, ഒന്ന് സഹിക്കേണ്ടി വരും. നമ്മൾ സഹനവും ക്ഷമി ഇല്ലാതിരുന്നാൽ അല്ലേ, നമ്മളെ ഉമ്മാർക്കും ബാപ്പാർക്കും ഒക്കെ നമ്മളെ ഈ നാട്ടിൽ കൂടെ തള്ള തന്താന്നൊരു പേരുണ്ടല്ലോ, പറയലില്ലേ അല്ലേ? നമ്മളെ കുട്ടികൾ വാപ്പാക്ക് തന്ത എന്നുള്ള പേര് ആദ്യം ആരെടുത്താ പഠിച്ചേ? എന്നാ തിരിച്ചു വയ്ക്കട്ടെ, നമ്മൾ ഉമ്മാക്ക് തള്ള എന്നുള്ള പേര് ആരെടുത്താ പഠിച്ചേ?
ഞങ്ങൾക്ക് പഠിച്ചാറാ. നേരത്തെ ആ കുട്ടി ഉണ്ടല്ലോ, മറ്റേ കുട്ടി സ്പെഷ്യൽ ക്ലാസ്, രണ്ടാമത്തെ കുട്ടി മറ്റേ ക്ലാസ്, അതിനാളെ ഈ ചെറിയ കുട്ടി വന്നുങ്ങാണ്ട് എൻ്റെ ഷൂസ് കാണാനില്ലാറിഞ്ഞപ്പോൾ ഈ അടുക്കളയിൽ ഇങ്ങനെ 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 കടന്ന് തിരിയാണ് പെണ്ണുങ്ങൾ. അതിൻ്റെ ഒപ്പം ഈ ഗ്യാസ് അടുപ്പാണ്, ഒപ്പം 3 വെക്കാൻ പറ്റുക ഗ്യാസ് അടുപ്പം വരെ. അതിലിങ്ങനെ തറിയുമ്പോൾ ഒന്ന് രാവിലേക്കുള്ള കറി ഇങ്ങനെ കുളുകുളു പറഞ്ഞുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്, ചായൻ്റെ വെള്ളം ഇങ്ങനെ കിളി അറിഞ്ഞുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പാൽ അടുപ്പത്ത് വെച്ചിരിക്കണ്, പാലിൻ്റെ അടുത്ത് അടയാളം ഒന്നും കാണൂല, പാലിങ്ങനെ ഒന്നായിട്ട് ബും നിറഞ്ഞ് മറിയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിങ്ങോണ്ട് നിൽക്കണം. ഇതിൻ്റെ അടിയിലാണ് കുട്ടി വന്നുങ്ങാണ്ട് ഇൻ്റെ ഷൂസ് കാണാമല്ലോ, എൻ്റെ തന്തനോട് പോയി പറയാം. ആ വരവ് കുട്ടി ഏതാന്ന് അറിയാതെ കുട്ടി കഴിച്ചിങ്ങനെ വന്നതാ. വന്നു നോക്കുമ്പോൾ കൊലയുമ്പോണ്ട് ഒരാളിങ്ങനെ ഇരിക്കണേ. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അതന്നെക്കാരാ പറഞ്ഞത്. കുട്ടി വാപ്പാനോട് വന്നുങ്ങാണ്ട് പറഞ്ഞു, ഇപ്പച്ചി എൻ്റെ ഷൂ കാണാമല്ലോ, എൻ്റെ തള്ളൻ്റെ അടുത്ത് പോയി പറഞ്ഞോളാം. ആദ്യമായിട്ട് ഉമ്മാക്കും പാപ്പാക്കും തന്ത തള്ള എന്നുള്ള പേരുണ്ട് എന്ന് ആദ്യം പഠിച്ചത് ആരെക്കൊണ്ടാ? എന്നിട്ട് നമ്മൾ പറയും അപ്പുറത്തെ കുട്ടിനെ കൊണ്ടാണ് എൻ്റെ കുട്ടി കേടുവന്നത്. ആര് പറഞ്ഞു? എൻ്റെ കുട്ടിനെ കൊണ്ടാണ് അവിടെ എല്ലാവരും കേടുവന്നത്. ഇത് നമ്മൾ വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കാണ്ട് രക്ഷപ്പെടാൻ നിൽക്കണ്ട. ഞാൻ കുറച്ച് നാടൻ വർത്താനം പറയട്ടെ എന്ന് വിചാരിച്ചതാണ്. മനസ്സിലാക്കി? അള്ളാഹു നമുക്കൊക്കെ ഹൈറ് തരട്ടെ.